إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يقول الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറ്റവും സമാദരണീയരായ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന മുഅ്മിനുകളും മുഅ്മിനത്തുകളുമായ സഹോദരി സഹോദരന്മാരോടും ഞാൻ ആദ്യമായി എന്നോടും അല്ലാഹുവിനെ തഖ്വ ചെയ്യാൻ വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ തഖ്വ കൊണ്ടുള്ള ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്, അവൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ വലിയ അവസരങ്ങളുടെ കവാടങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. നിരന്തരമായ അറ്റമില്ലാത്ത പ്രതിഫലം അല്ലാഹു നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്ത, മനുഷ്യന്റെ ചെറിയ നന്മകൾക്ക് പോലും വലിയ പ്രതിഫലവുമായി കാത്തു നിൽക്കുന്ന നാഥൻ അല്ലാഹു വലിയ അവസരങ്ങൾ അടിമകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കാറുണ്ട്. വെള്ളിയാഴ്ച ദിവസം അവസരമാണ്, പ്രഭാതങ്ങൾ അവസരമാണ്, രാത്രികൾ അവസരമാണ്, റമദാൻ അവസരമാണ്. പകലുകളിൽ തിന്മ ചെയ്ത ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി അവസരമാക്കി കൊടുത്തിരിക്കുകയാണ്. മലക്കുകളോട് അല്ലാഹു പറയും, അടിമ ചെയ്ത തിന്മ എഴുതരുത്, കാരണം അവൻ പശ്ചാത്തപിച്ച് മടങ്ങിയേക്കാം. രാവിലെ തിന്മ ചെയ്ത അല്ലെങ്കിൽ രാത്രി തിന്മ ചെയ്ത ഒരു വ്യക്തിക്ക് വേണ്ടി രാവിലെ വരെയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും ഏർപ്പാടാക്കിയ മലക്കുകൾ കാത്തു നിൽക്കും. അവൻ തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഈ രീതിയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നന്മ ചെയ്യുന്ന വിഷയത്തിൽ, അവയുടെ നന്മയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയുണ്ട്. നീ നന്മ ചെയ്യുകയാണെങ്കിൽ, ഒരു നന്മ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കുകയാണെങ്കിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഹദീസിന്റെ ആശയങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതിൽ വെച്ച് ഏറ്റവും വലിയ അവസരമാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 രാത്രികളെ കുറിച്ച് സത്യം ചെയ്തു പറയുകയാണ് ഖുർആനിൽ. ആ 10 രാത്രികളെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നു. ബഹുഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറയുന്നത് അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളാണ്. ഈ ദിവസങ്ങളിൽ അമൽ ചെയ്ത് അടുത്ത ഒരു മനുഷ്യൻ, ഈ ദിവസങ്ങളിൽ അല്ലാഹുവുമായിട്ട് സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അമൽ ചെയ്ത ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അമലിനോളം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന അമലിന്റെ അത്ര അമൽ
അല്ലെങ്കിൽ അയാളെക്കാൾ കൂടുതലായി അമൽ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരാൾക്കും പറ്റത്തില്ല. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരു വ്യക്തിയോ, ആ വ്യക്തിയെ കുറിച്ച് താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി കൊടുത്തു, ഒരു വ്യക്തി ഒഴികെ. ആ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതമാസകലം അയാൾ ഉണ്ടാക്കിയെടുത്ത ദുനിയാവിന്റെ മുതലുകളുമായൊക്കെ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോയി. അയാൾ ഒന്നും ശേഷിപ്പിച്ചില്ല, കുടുംബത്തിലേക്കൊന്നും ബാക്കി വെച്ചില്ല. ആ രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗാർപ്പണത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിന് വേണ്ടി ആ വ്യക്തി പോയി. ശേഷം അയാൾ കുടുംബത്തിലേക്ക് മടങ്ങിയതുമില്ല. അതായത് അയാൾ ആ യുദ്ധത്തിൽ വെച്ച് അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ വെച്ച് അയാൾ ഷഹാദത്ത് വഹിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒഴികെ മറ്റൊരാൾക്കും ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ നന്മ ചെയ്ത് അള്ളാഹുവുമായിട്ട് സാമീപ്യം കരസ്ഥമാക്കുന്ന ഒരു വ്യക്തിയോളം കിടപിടിക്കാൻ സാധിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, തിന്മകൾ ചെയ്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിന്മകൾ സംഭവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിന്മകൾ സംഭവിച്ചേക്കാവുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്തിന്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരുന്നത്. ഒരു വിഭാഗം മുഹദ്ദിസീങ്ങൾ പറയുന്നു, റമദാനിന്റെ അവസാനത്തെ 10-നേക്കാളും ശ്രേഷ്ഠമായ 10 രാത്രികളാണ് വരാൻ പോകുന്നത്. കാരണം ഈ ദിവസങ്ങളിലാണ് വ്യക്തമായ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് ആയത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ഇസ്ലാം പൂർത്തീകരിക്കുന്നതായ ആയത്തിന്റെ ഖുർആനിന്റെ വചനങ്ങൾ ഈ ദിവസങ്ങളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠമാണ്. മുഹദ്ദിസീങ്ങൾ ഇതിനെ ചർച്ചയ്ക്ക് വെക്കുന്നു. എന്തുകൊണ്ട് റമദാനിന്റെ അവസാന ദിനങ്ങളെക്കാൾ ഈ ദിവസം ശ്രേഷ്ഠതയാക്കി? എന്തുകൊണ്ട് ഈ ദിവസത്തിൽ ഈ ആയത്ത് ഇറങ്ങി? എന്തുകൊണ്ട് ദുൽഹിജ്ജയുടെ 10 ദിവസം മറ്റു 10 ദിവസങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ അമൽ ചെയ്ത് ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടുന്ന റമദാനിന്റെ അവസാനത്തെ 10 ദിവസത്തെക്കാളും ശ്രേഷ്ഠതയായി? വെറുതെ പറഞ്ഞതാണോ? അല്ല, മുഹദ്ദിസീങ്ങൾ പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം റമദാനിൽ എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്നില്ല. റമദാനിൽ ഉംറ ചെയ്യാൻ പറ്റും, നോമ്പ് നോക്കാൻ പറ്റും, സക്കാത്ത് കൊടുക്കാൻ പറ്റും. ബുനിയൽ ഇസ്ലാമു അലാ 5 കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 4 കാര്യങ്ങളും റമദാൻ മാസം ചെയ്യാൻ പറ്റും. നമസ്കാരം പറ്റും, നോമ്പ് പറ്റും, സക്കാത്ത് പറ്റും. ഷഹാദത്തില്ലാതൊരു ഇസ്ലാമില്ല, ഷഹാദത്തില്ലാത്തൊരു വ്യക്തിക്കൊരു അമലില്ല. അതുകൊണ്ട് ഷഹാദത്തും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി ഹജ്ജ് എന്നുള്ള അമൽ, അത് സഹോദരന്മാരെ ഈ 10 ദിവസത്തിലാണുള്ളത്. അതിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ആ അമൽ റമദാനിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഹജ്ജിന്റെ അമലും പൂർത്തീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓരോ അമലുകളും എന്നിൽ നിന്ന് പഠിച്ചുകൊള്ളുക. കാരണം അടുത്ത വർഷം നിങ്ങൾക്ക് വേണ്ടി ഈ അമലുകൾ പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളിൽ ഉണ്ടായിരിക്കണമെന്നില്ല. നിങ്ങളിൽ പലർക്കും അടുത്ത വർഷം ഈ സമയത്ത് എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഓരോ അമലുകളും നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഒരു വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു അത്. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാ നന്മകളും ഒരുമിച്ച് കൂടിയ ഒരു 10 ദിവസമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ ദിവസത്തിലെ ഒരു ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുമായിരുന്നു. 9 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുമായിരുന്നു. ദുൽഹിജ്ജയുടെ 9 ദിവസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുമായിരുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറാഹിന്റെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുമായിരുന്നു. ആ ദിവസത്തെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു, ആ ദിവസത്തെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എല്ലാവിധ ചെറുപാപങ്ങളെയും ചെറുതിന്മകളെയും മുകഫറാത്തുൻ, അത് പാപമോചനമാണ്, അത് മതിയാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. മാത്രമല്ല ഒരു ചില മുഹദ്ദിസീങ്ങൾ ഇതിന്റെ കീഴിൽ ചർച്ചയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വലിയ പാപങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്തെങ്കിലും വിടുതലുകൾ, എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല ചെറിയ വിടുതലുകൾ നമുക്ക് നൽകിയേക്കാം. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മഹത്തായ ഫള് കൊണ്ട് ആ വലിയ പാപങ്ങളും ഈ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തന്നേക്കാമെന്ന്
മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട് വല്ലാഹു അഅലം, അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദിവസത്തിലുള്ള അമലുകൾ, ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായി നോമ്പ് സുന്നത്താണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞു, നോമ്പ് നരകത്തിൽ നിന്നുള്ള പരിചയാണ്. നരകത്തിൽ നിന്നും ഒരു മനുഷ്യനെ തിന്മകൾ ചെയ്ത് ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. നരകത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് പരിച എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും, ആക്രമത്തിൽ അല്ലെങ്കിൽ ശത്രുവുമായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ തോറ്റു നിൽക്കുകയാണ്. ആ സമയത്ത് ശത്രുവിന്റെ ഭാഗത്ത് നിന്നും വലിയ തോതിലുള്ള ആക്രമം തടയാനുള്ള ഒരു വസ്തുവിനാണ് പരിച എന്ന് പറയുന്നത്. ഈ രീതിയിൽ അള്ളാഹുവുമായിട്ട് സാമീപ്യം കരസ്ഥമാക്കുന്നതിൽ നമുക്ക് എവിടെയോ വീഴ്ചകൾ സംഭവിച്ചു പോയി, ശൈത്താന്റെ കുതന്ത്രങ്ങൾ നമ്മൾ പെട്ടുപോയി, നമ്മൾ നരകത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ്, നരകത്തിലേക്ക് നമ്മൾ പതിക്കാൻ പോവുകയാണ്. ആ സമയത്ത് പരിചയമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നോമ്പാണ്. അതുകൊണ്ട് നോമ്പ് എന്നുള്ള സുന്നത്ത് സഹോദരന്മാരെ നരകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പരിചയമാണ്. നമ്മൾക്ക് കഴിവിന്റെ പരമാവധി നോമ്പുകൾ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുക. വേറൊരു കാര്യം കൂടിയുണ്ട്, അള്ളാഹു മലക്കുകളോട് അഭിമാനം കൊള്ളുമെന്നാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭഘട്ടത്തിൽ അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മലക്കുകൾ പറഞ്ഞു, എന്തിനാണ് റബ്ബേ നിങ്ങൾക്ക് സുജൂദ് ചെയ്യാനും നിനക്ക് വേണ്ടി പ്രകീർത്തനം ചെയ്യാനും നിനക്ക് തസ്ബീഹ് ചെയ്യാനും തഹ്മീദ് ചെയ്യാനും നിന്റെ ഉലൂഹിയത്തിനെ അംഗീകരിച്ച് ഒരു വസ്തുക്ക് മുമ്പിലും കീഴടങ്ങാതെ അല്ലെങ്കിൽ ഒരു വികാരത്തിന് മുമ്പിലും അടിമപ്പെടാതെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തന്നെ ഇവിടെ ഇല്ലേ? നീ എന്തിനാണ് വെറുതെ ഭൂമിയിൽ കുഴപ്പങ്ങളും രക്തച്ചൊരിച്ചിലുകളും പ്രശ്നങ്ങളും മാത്രമുണ്ടാക്കുന്ന ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കുന്നത്? സഹോദരന്മാരെ, ആ ദിവസം മുതൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആ സന്ദർഭം മുതൽ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ മനുഷ്യന്മാർ എന്തൊക്കെ നന്മ ചെയ്യുന്നുണ്ടോ ആ നന്മയുടെ പേരിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് അഭിമാനം കൊള്ളാറുണ്ട്. മനുഷ്യൻ എന്തൊക്കെ നന്മ ചെയ്യുന്നുണ്ടോ ആ നന്മയുടെ പേരിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയും, നിങ്ങളല്ലേ പറഞ്ഞത് ഇവരുടെ സൃഷ്ടിക്കുന്ന വേളയിൽ രക്തച്ചൊരിച്ചിലുകളും കുഴപ്പങ്ങളും ഭൂമിയിലാകമാനം ഫിത്നകളും ഫസാദുകളും പ്രശ്നങ്ങളും മാത്രമായി നടക്കുന്ന ഒരു സമുദായം, ഇതാ നോക്ക്, ഇന്ന് ദുൽഹജ്ജിന്റെ ദിനങ്ങളാണ്, ഇന്നവർ മിനയിലേക്കും അറഫയിലേക്കും മറ്റും അവർ നിറഞ്ഞു കവിഞ്ഞ് വെയിലിനെ വകവെക്കാതെ അവിടുത്തെ ചൂടിനെ വകവെക്കാതെ വെള്ളമില്ലാതെ വസ്ത്രത്തിന്റെ ഇന്ന് ചുരുങ്ങിയ വസ്ത്രം അവർ ധരിച്ചുകൊണ്ട് അവർ ഭൂമിയുടെ ഏതെങ്കിലും കോണിലാണെങ്കിൽ അവരുടെ ഭൂമിയിലാണെങ്കിൽ അവർക്ക് അല്ലാഹു നിശ്ചയിച്ച രാജ്യങ്ങളാണെങ്കിൽ ഒരു പക്ഷെ അവർ കിടന്നുറങ്ങുന്നത്, ഒരു പക്ഷെ അവരുടെ ജീവിത രീതി എന്നുള്ളത് ഒരാൾക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഉയർന്ന രീതിയിലുള്ള ജീവിത നിലവാരമായിരിക്കും അവർക്കുള്ളത്. പക്ഷെ അവർ ഇന്ന് അറഫയുടെ മണ്ണിൽ, ഇന്ന് മിനയുടെ മണ്ണിൽ, ഇന്ന് മക്കയുടെ മണ്ണിൽ, ഇന്ന് മദീനയുടെ മണ്ണിൽ ഒന്നും വേണ്ടെന്ന് വെച്ച് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് അവർ വന്നിരിക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ദിവസമാണത്. ഏറ്റവും കൂടുതൽ മലക്കുകളോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ്. അവരുടെ സ്വാർത്ഥതകളും താല്പര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് തട്ടുകടയിൽ ജോലി ചെയ്യുന്നവനും ഏറ്റവും ചുരുങ്ങിയ ജീവിത നിലവാരമുള്ളവനും കൊട്ടാരത്തിൽ സഹോദരന്മാരെ പരിവാരങ്ങളുടെ അല്ലെങ്കിൽ ഒന്നുറങ്ങാൻ പോലും 3-4 ആൾക്കാരുടെ ഖിദ്മത്ത് സേവനം ആവശ്യമായ ആൾക്കാരുമടക്കം ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ആൾക്കാരടക്കം എല്ലാവരും ഒരേ വചനങ്ങൾ പറയുകയാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അതുകൊണ്ട് ഇതൊക്കെ ഇസ്ലാം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ ഇസ്ലാമിന്റെ അടയാളങ്ങളാണ്. ഈ ശആയിറിനെ, ഈ അടയാളങ്ങളെ ആരൊക്കെ ബഹുമാനിക്കുകയും ആരൊക്കെ അതിനെ ആദരിക്കുകയും ചെയ്യുന്നു, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹജ്ജ് ഉംറ എന്നുള്ളത് നമ്മൾ വലിയ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്ന കാര്യമാണ്. വലിയ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്ന കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ദിവസവുമില്ല നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൽ നിന്നും ആൾക്കാരെ മോചിപ്പിക്കുന്നത് അറഫ ദിവസത്തേക്കാൾ കൂടുതലായി നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അടിമകളെ മോചിപ്പിക്കുന്ന ഒരു ദിവസവുമില്ല.
അതുകൊണ്ട് നമ്മുടെ കർത്തവ്യം എന്നുള്ളത് നമ്മൾ സഹോദരന്മാർ അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ എന്തോ കാരണവശാൽ അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഞെരുക്കമുള്ളവർക്ക് ഹജ്ജ് ബാധകമാകില്ല. പക്ഷേ നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് ഇത്ഖും മിനന്നാറിനുള്ള ആ അമലുമായി നമ്മൾ മുന്നോട്ട് പോകണം. നോമ്പ്, ഖുർആന്റെ തിലാവത്ത്, സദഖ ചെയ്യൽ, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ സുന്നത്തുള്ള കാര്യങ്ങളാണ്, പ്രത്യേകമായ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. നന്മയിലായി ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അവമതിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിന്റെ ഫളായിലുകളൊക്കെ കേൾക്കാൻ വിസ്മരിക്കപ്പെട്ടു പോയ വിഷയങ്ങളായിരിക്കും ഇത്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ വലിയ പ്രസിദ്ധിയാർജിച്ചില്ലാത്ത ദിവസങ്ങളായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്, ഈ ദിവസങ്ങൾ നിങ്ങൾ എണ്ണ നിശ്ചയിക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം. ഇതിന്റെ പ്രത്യേകമായ പ്രതിഫലങ്ങൾ, പ്രത്യേകമായ വ്യത്യസ്തമായ ഹദീസുകളിലൂടെയും, അതാണ് ആദ്യമായി പറഞ്ഞ ഹദീസ്, ഒരു വ്യക്തിയല്ലാതെ ഏത് വ്യക്തിയാണ് ഈ ദിവസം അമൽ ചെയ്ത് അള്ളാഹുവിനോട് അടുത്ത വ്യക്തിയേക്കാൾ അടുക്കുന്നത്, ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു. സഹോദരന്മാർ, അത്ര വലിയ ത്യാഗസന്നദ്ധ മനസ്സ് ഒരുപക്ഷെ നമ്മുടെ ഈമാൻ നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കണമെന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുക, ശേഷം ശത്രുവിനോട് ഘോരഘോരം യുദ്ധം ചെയ്യുക. ആ വിഷയത്തിൽ ആ സമയത്ത് പോലും സഹോദരന്മാരെ പിടിച്ചു നിൽക്കാനുള്ള ഈമാന്റെ ശക്തിയും കഴുത്തും അവൻ ആർജിക്കുക. ശേഷം അള്ളാഹുവിന് വേണ്ടി ഷഹീദാവുക. അള്ളാഹുവിന് വേണ്ടി ഷഹീദാകുന്ന വേളയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ സമയത്ത് അവൻ ഘോര യുദ്ധം ചെയ്യുകയാണ്, അള്ളാഹുവിന് വേണ്ടി പോരാടുകയാണ്. ആ സമയത്തെങ്ങാനും അവന്റെ ഹൃദയത്തിൽ വന്നുപോയി, ഞാൻ ഈ പോരാടുന്നത് ഇന്ന വ്യക്തി കണ്ടല്ലോ, നാളെ എന്നെ ഇവർ സ്മരിക്കുമല്ലോ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയാണ് ഷഹീദായത് എന്ന് 4 ആൾക്കാർ പറയുമല്ലോ, എന്റെ വീടിനെ കുറിച്ച് അവർ പറയുമല്ലോ ഷഹീദിന്റെ വീട്, എന്റെ മക്കളെ കുറിച്ച് അവർ പറയുമല്ലോ ഷഹീദിന്റെ മക്കൾ. സഹോദരന്മാരെ, എന്നുള്ളൊരു ധാരണ വന്നു പോയാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാളെ 3 കൂട്ടം ആൾക്കാരെ നരകത്തിലേക്ക് ആദ്യം മുഖം കുത്തിയവരായ നിലയിൽ വലിച്ചെറിയപ്പെടും. അതിലൊരു കൂട്ടം ആൾക്കാരാണ് ഷഹീദാണ്. പക്ഷെ എന്തിനു വേണ്ടി ഷഹീദായി? ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ വരുന്നില്ല. നമ്മുടെ മുമ്പിൽ വരുന്നത് അള്ളാഹുവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ അമൽ ചെയ്താൽ ഈ ഷഹീദിന് കൊടുക്കുന്ന തുല്യമായ പ്രതിഫലം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസത്തിലുള്ള ഒരു ചെറിയ അമല് പോലും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. സാധാരണ സുന്നത്ത് നമസ്കരിക്കാത്ത ആൾക്കാരാണ്, പക്ഷെ ഈ ദിവസത്തിൽ അങ്ങ് നമസ്കരിച്ചേക്കണം. സാധാരണ നമസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ പൂർത്തീകരിക്കാത്ത ആളാണ്, ഈ ദിവസങ്ങളിൽ അന്ന് പൂർത്തീകരിച്ചേക്കണം. സാധാരണ ഖുർആന്റെ വരികൾ ഒരു ദിവസം 3-4 പേജ് ഓതി വെക്കുന്ന ആൾക്കാരാണ്, ഈ 10 ദിവസങ്ങളിൽ അതൊരു ജുസ് ആയി 2 ജുസ് ആയി അധികരിപ്പിക്കണം. സാധാരണ എന്തെങ്കിലും സദഖ ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ ഈ ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വിഭവങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് സദഖ ചെയ്ത് അള്ളാഹുവിനോട് അടുക്കണം. കാരണം അങ്ങനെയുള്ള എത്രയോ ആൾക്കാരുടെ ദുആകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്ഖും മിനന്നാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വലിയ പാപങ്ങളിൽ നമ്മളെ സംരക്ഷിച്ച് പാപമോചനത്തിന്റെ വാതിലുകൾ തുറന്നു തരാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ ഫളായിലുകളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കി അമൽ ചെയ്യുന്ന മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി നമ്മൾ മാറണം. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നാട്ടിൽ നിൽക്കുന്ന നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ അമലാണ് ഉൽഹിയ്യത്തിന്റെ അമൽ. ഉൽഹിയ്യത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയും കൂടി ഉപയോഗിച്ചാലേ അത് നമ്മൾക്ക് പറഞ്ഞു പൂർത്തീകരിക്കാൻ പറ്റും. ഉൽഹിയ്യത്ത് എന്ന് വെച്ചാൽ, ഉൽഹിയ്യത്തിന്റെ അമലിന്റെ സമയം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വാരിദായ കാര്യങ്ങളാണ്. ഉൽഹിയ്യത്തിന് സൗകര്യമുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ നമ്മുടെ നമസ്കാരത്തെ സ്ഥലത്ത് പോലും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ വരാതിരുന്നു കൊള്ളട്ടെ. കാരണം നമ്മുടെ ആഘോഷങ്ങളെല്ലാം യൗമുൽ ഫിത്ർ ആകട്ടെ, ഈദുൽ അൽഹ ആകട്ടെ, ഈദുൽ ഫിത്ർ ആകട്ടെ, നമ്മുടെ ആഘോഷങ്ങളെല്ലാം പാവങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നിനും വകയില്ലാത്ത ആൾക്കാർക്ക് സന്തോഷം നൽകുന്ന ആഘോഷങ്ങളാണ്. ഒരാളും ആഘോഷത്തിൽ നിന്നും ഇന്ന കാരണം കൊണ്ട് എന്റെ പക്കൽ ദുനിയാവിന്റെ വിഭവങ്ങളില്ല, എന്റെ പക്കൽ
സമൃദ്ധമായ ഭക്ഷണങ്ങളില്ല, എന്റെ പക്കൽ നല്ല വസ്ത്രങ്ങളില്ല എന്ന കാരണം കൊണ്ട് നമ്മുടെ ആഘോഷത്തിൽ നിന്നും ആരും മാറി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് പാവങ്ങളായ, ഒരുപക്ഷെ വർഷത്തിൽ 2-3 ദിവസം, നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും. ഒരു കല്യാണം പോലും ഒരു വർഷത്തിൽ കൂടാൻ പറ്റാത്ത എത്രയോ പാവങ്ങളായ ആൾക്കാർ നമ്മൾ നാട്ടിൻ പുറങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ, നമ്മൾ മലയോര പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇപ്പോഴും സാധാരണ പച്ചക്കറി വിഭവങ്ങൾ കൊണ്ട് മാത്രം കല്യാണം കഴിച്ചു കൂടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അതുകൊണ്ട് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ 2 ദിവസങ്ങളിൽ എല്ലാവരും ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല ഗനിയാക്കിയ, അല്ലാഹു സുബ്ഹാനഹു തആല പണം കൊണ്ട്, സമ്പത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ആൾക്കാർ തയ്യാറായിട്ട് ഇറങ്ങണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെയുള്ള ആൾക്കാർ കയ്യിൽ കൈവശം സമ്പത്തുണ്ട് എന്നിട്ടും ഇതൊന്നും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ആഘോഷ പരിപാടികളിൽ, ഈദുൽ അദ്ഹയുടെ അല്ലെങ്കിൽ ഈദുൽ ഫിത്റിന്റെ നമസ്കാരങ്ങളിൽ അവർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹോദരന്മാരെ വലിയ ഫളായിലുകൾ ഇതിനു വേണ്ടി. വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, ഈ ആയത്തിന്റെ കീഴിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ശആയിറല്ലാഹ് എന്ന് പറയുന്നത് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാ വീടുകളുടെയും മുറ്റത്ത് അന്ന് തടിച്ചു കൊഴുത്ത 4 കാലികൾ ഉണ്ടാകുമായിരുന്നു. ഇതൊരു ശആയിറാണ്, ബലിപെരുന്നാളായി എന്നറിയിക്കുന്ന ശആയിറാണ്. ഇന്ന് അത് കുറഞ്ഞു പോയിട്ടുണ്ട്. പണ്ടൊക്കെ സഹോദരന്മാരെ, നമ്മൾ ഏത് നാട്ടിൽ പോയാലും അവിടെ കുറച്ച് ആൾക്കാരുണ്ടാകും. സുബഹ കഴിഞ്ഞിട്ട് ഈ 4 കാലികളെ പരിപാലിക്കുന്നതിന് വേണ്ടി അവരൊക്കെ ഒരുമിച്ച് കൂടി പോകും. സഹോദരന്മാരെ, വീട്ടിലാക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അതിനോട് സ്നേഹം കാണിക്കണം, നമ്മൾ അതിനോട് അനുകമ്പയുള്ളവരായി തീരണം. നമ്മൾ അതിനൊരു കുടുംബത്തിലെ ആൾക്കാരെ പോലെ, ആദ്യം ആൾക്കാർ പണ്ട് പോയിട്ടുണ്ടായിരുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പൊന്നല്ല, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. സഹോദരന്മാരെ, നാട്ടിലെ മൊത്തം ആൾക്കാർ അവിടേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആ 4 കാലികൾ അവർ പരിപാലിക്കുകയാണ്. എന്തിനു വേണ്ടി? സഹോദരന്മാരെ, ഇതൊക്കെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളാണ്. ഇതിനെ ഈ ശആയിറിനെ നമ്മൾ ബഹുമാനിക്കൽ, നമ്മൾ ഇതിനെ സ്നേഹത്തോടു കൂടി കാണൽ, അത് ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണ്. ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണ്. ആദ്യമായി പറഞ്ഞു, ഒരാളും ഈ സമയങ്ങൾ വിശന്ന് കരയാൻ പാടില്ല. ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനെ ഞാൻ പൂർത്തിയാക്കി എന്ന് പറയുന്ന ആയത്തിറങ്ങിയപ്പോൾ, വഅത്മംതു അലൈക്കും നിഅമതി, അതിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞു, എന്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് ചേർത്ത് തന്നെ എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ, ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഒരു അമുസ്ലിമായ ജൂതനോ യഹൂദിയോ ആയ ഒരു വ്യക്തി വന്നുകൊണ്ട്, ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് നമ്മളുടെ മേലാണ് ഇറങ്ങിയതെങ്കിൽ നമ്മൾ അതിനെ വലിയൊരു ആഘോഷ ദിനമാക്കി, നമ്മുടെ പെരുന്നാൾ ദിനമാക്കി നമ്മൾ മാറ്റുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത്? ആ വ്യക്തി ഓതി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പൂർത്തീകരണത്തോടു കൂടിയും, ഏതൊരു വശങ്ങളിലേക്ക് നോക്കിയാലും ഇസ്ലാമിൽ അല്ലാഹുവിന്റെ കൽപ്പനകളില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളില്ലാത്ത ഒരു വശവും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പൂർത്തീകരണത്തോടു കൂടി അല്ലാഹു പൂർത്തീകരിച്ച് തന്നതല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആഘോഷിച്ചുകൂടാ? ഉമർ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരു പെരുന്നാളാണ് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അന്നേ ദിവസം 2 പെരുന്നാൾ ഒരുമിച്ച് കൂടിയതായിരുന്നു. ഒന്ന് ബലിപെരുന്നാളിന്റെ ദിവസം യൗമ അറഫ, അറഫയുടെ ബലിപെരുന്നാളിന്റെ ദിവസമായിരുന്നു. രണ്ടാമത്തേത് വെള്ളിയാഴ്ച ദിവസം കൂടിയായിരുന്നു ആ ആയത്തിറങ്ങിയത്. അതുകൊണ്ട് നമ്മൾക്ക് 2 പെരുന്നാൾ അന്ന് ഒരുമിച്ച് കൂടിയതായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം നമുക്ക് നൽകിയതായ ആഘോഷങ്ങൾ, അത് ഒരിക്കലും നമ്മുടെ സമ്പത്തിന്റെ ഹുങ്ക് കാണിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിന്റെ ഹുങ്ക് കാണിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ സഹോദരന്മാരെ ഏതെങ്കിലും വസ്തു അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കാനുള്ളതല്ല. നേർച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത് കൊണ്ട് അള്ളാഹു നമ്മൾക്ക് വിശാലത നൽകിയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെയും ചേർത്ത് നിർത്താനുള്ളതാണ്.
അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ ദിവസത്തിലെ ബലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി പറഞ്ഞിട്ടുള്ളത് ഈദുൽ അൽഹ, ഉൽഹിയ്യത്തിന്റെ ബലി എന്നുള്ളത്, അത് ഏകദേശം അതിന്റെ സമയം ആരംഭിക്കുന്നത് ദുൽഹിജ്ജ ആ ദിവസം, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഉൽഹിയ്യ ചെയ്യാൻ വിചാരിച്ചു, അത് നടക്കത്തില്ല. അത് ഉൽഹിയ്യത്തിന്റെ സുന്നത്തിന്റെ ഗണത്തിൽ അയാൾക്ക് ആ സുന്നത്ത് ലഭിക്കുന്നതല്ല. നേരെ മറിച്ച് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളും 4 ദിവസത്തിന്റെ അയ്യാമു തശ്രീഖിന്റെ 3ാമത്തെ ദിവസം മഗ്രിബോട് കൂടി അതിന്റെ സമയം അവസാനിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല സൗകര്യം ചെയ്താൽ അടുത്ത ആഴ്ച ഖുതുബയിൽ ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് തഖ്വയിൽ ചാലിച്ചെടുത്ത് ജീവിതം നയിക്കുവാൻ ഞാൻ ആദ്യമായി എന്നോടും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, വലിയൊരു ത്യാഗത്തിന്റെ പിന്നാമ്പുറമായിട്ടാണ് നമ്മൾ ഹജ്ജ് പെരുന്നാളും മറ്റു കാര്യങ്ങളും ഹജ്ജിന്റെ അമലുകളും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുവാൻ അല്ലാഹു ഇറക്കിയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ നമുക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വായിച്ചെടുത്തതുപോലെ ഖുർആന്റെ വരികളിൽ നിന്നും വായിച്ചെടുത്ത പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വലിയ ത്യാഗത്തിന്, വലിയ സമർപ്പണത്തിന് തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാർ, അതിന്റെ പ്രസക്തി എന്നുള്ളത് ത്യാഗങ്ങൾക്ക് തയ്യാറായപ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ബഹുമാനമർഹിക്കുന്ന, ഏറ്റവും സ്നേഹാദരവുകളോട് കൂടി മാത്രം നമ്മൾ കാണുന്ന വലിയ അടയാളങ്ങളായി ഇന്നും ആ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ശേഷിപ്പിക്കും. അത് നമ്മുടെ മേൽ അല്ലാഹു ഫർളാക്കി. ഒരു കുടുംബം അല്ലാഹുവിന്റെ ത്യാഗത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പണത്തിന് വേണ്ടി തയ്യാറായപ്പോൾ ആ കുടുംബത്തിന്റെ സ്മരണ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നും നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളിലൂടെ പാരായണം ചെയ്യുക. ഇന്നും നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ സലാത്ത് പറയുകയാണ്. ഇന്നും നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തിന് തുല്യമായിട്ട് സലാത്ത് പറയുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് സഹോദരന്മാരെ, ത്യാഗത്തിന് തയ്യാറാകുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ, അള്ളാഹുവിന്റെ സഹായത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരും. ആ സഹായത്തിന്റെ വാതിലുകൾ പ്രവേശിച്ചവർക്ക് സഹോദരന്മാരെ, ഒരു രീതിയിലുള്ള ദുനിയാവിന്റെ പ്രയാസങ്ങളും, ഒരു രീതിയിലുള്ള ദുനിയാവിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർക്കൊരു വിഷയമേ ആവുന്നതല്ല. ദുനിയാവിന്റെ എത്ര വലിയ പ്രതിസന്ധികൾ അവരുടെ മുന്നിലുണ്ടായാലും സഹോദരന്മാരെ, അതൊന്നും അവരുടെ ഈമാനെ പിടിച്ചു കുലുക്കുന്നതല്ല. നമ്മൾ വിചാരിക്കും സഹായം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള, അള്ളാഹു നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, മനുഷ്യന്മാർ വിചാരിക്കുകയാണ് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. രണ്ട് കാര്യങ്ങൾ അള്ളാഹു ഈ ആയത്തിലൂടെ പറയുകയാണ് സൂറ അൽ ഫജ്റിലൂടെ.
രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മനുഷ്യന് സമ്പത്ത് കൊടുത്തു, അവന് ദുനിയാവിന്റെ വിഭവങ്ങൾ ഞാൻ ഏർപ്പാടാക്കി കൊടുത്തു, വിശാലത കൊടുത്തു. എന്നിട്ട് ഞാൻ പരീക്ഷിച്ചു. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു പരീക്ഷിച്ചു. എന്നാൽ മനുഷ്യൻ ഈ സമ്പത്തും ഈ വിശാലതയും കിട്ടുമ്പോൾ, വലിയ കാറ്, വലിയ വീട്, സഹോദരന്മാരെ എല്ലാ മക്കളും നല്ല രീതിയിലുള്ള ഉയർന്ന നിലവാരത്തിലാണുള്ളത്, ഈ രീതിയൊക്കെ മനുഷ്യൻ കാണുമ്പോൾ അവൻ വിചാരിക്കുകയാണ് എന്റെ റബ്ബ് എന്നെ എന്തോ വല്ലാതെ ഇഷ്ടപ്പെട്ട് ബഹുമാനിച്ചിരിക്കുകയാണ്, എന്റെ റബ്ബിനെന്തോ എന്നോട് വല്ലാത്ത സ്നേഹമാണ്. പക്ഷെ അള്ളാഹു ഈ ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത് ഫഅമ്മൽ ഇൻസാനു, ഈ മനുഷ്യനെ എന്ന വർഗം, ഇദാ മബ്തലാഹു, നാം അവനെ പരീക്ഷിച്ചാൽ, ഈ ദുനിയാവിന്റെ ഫെസിലിറ്റീസുകൾ കൊണ്ട്, ദുനിയാവിന്റെ സൗകര്യങ്ങൾ കൊണ്ട് ഞാൻ അവനെ പരീക്ഷിച്ചാൽ, അവൻ വിചാരിക്കുകയാണ് ഞാൻ അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയെന്ന് അവൻ വിചാരിക്കുകയാണ്. നേരെ മറിച്ച് രണ്ടാമതൊരു വചനം കൂടി പറഞ്ഞു, വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ. ഇതേ മനുഷ്യൻ ഞാൻ അവന്റെ റിസ്കിൽ ചെറിയൊരു നെരുക്കം വരുത്തി, അവന് ബാഹ്യമായ മറ്റുള്ളവർക്കുള്ള അത്ര ദുനിയാവിന്റെ സൗകര്യങ്ങളൊന്നുമില്ല, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാത്രം ദുനിയാവിന്റെ സൗകര്യങ്ങളൊന്നും അവനില്ല. അപ്പൊ അവൻ വിചാരിക്കുകയാണ് എന്റെ റബ്ബ് എന്നോടെന്തോ പ്രശ്നമുണ്ട്. സഹോദരന്മാർ, ഇവിടെയാണ് പ്രശ്നം വന്നത്. നമ്മൾ വിജയത്തിന്റെ അടിസ്ഥാനം ദുനിയാവായി കണ്ടു. ദുനിയാവിന്റെ സൗകര്യമുള്ള ആൾക്കാർ വിജയി, ദുനിയാവിന്റെ ഫെസിലിറ്റീസ് ഇല്ലാത്ത ആൾക്കാർ പരാജയപ്പെട്ടു. അള്ളാഹുവിനെ അയാളോടെന്തോ. പക്ഷെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യന് ദീനിൽ ഗ്രാഹ്യം നൽകും. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ കൊടുക്കും. അള്ളാഹു ആരാണെന്നുള്ള അറിവ് മനസ്സിലാകുന്ന രീതിയിൽ, തൗഹീദിന്റെ അറിവ്. സഹോദരന്മാരെ, ശിർക്കിൽ നിന്നും മുക്തമായ തൗഹീദിന്റെ അറിവുകൾ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന് കൊടുക്കും. ആഖിറത്തിന്റെ അറിവുകൾ കൊടുക്കും. ആ അറിവ് കൊണ്ട് അവൻ നോക്കിക്കാണും ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ എന്നവൻ നോക്കിക്കാണും. അറിവിന്റെ വാതിലുകൾ അവന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏതൊരുവന് ഖൈർ ഉദ്ദേശിക്കുന്നുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഗ്രാഹ്യം കൊടുക്കും. അതുകൊണ്ട് മാഷാ അല്ലാഹ്, ഇന്ന് നമ്മുടെ മുമ്പിൽ ദീനിന്റെ ഇൽമ് നേടുന്നതിന് വേണ്ടി വലിയ വലിയ വാതിലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും പ്രത്യേകമായി പറഞ്ഞതാണ് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ദീനിന്റെ ആത്മാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഇൽമാണ്. ഇൽമുള്ളടുത്ത്, യഥാർത്ഥമായ ഇൽമുള്ളടുത്ത് ജഹാലത്തിന് പ്രവേശം ഉണ്ടാവുകയില്ല. യഥാർത്ഥമായ സുന്നത്തിന്റെ ബോധമുള്ളടുത്ത് സഹോദരന്മാരെ ബിദ്അത്തിന് പ്രവേശനം ഉണ്ടാവുകയില്ല. യഥാർത്ഥമായ തൗഹീദിന്റെ ബോധമുള്ള സ്ഥലത്ത്, അറിവുള്ള സ്ഥലത്ത് ശിർക്കിന് പിന്നെ പ്രവേശനമില്ല. യഥാർത്ഥമായ ഇൽമുള്ളടുത്ത് പിന്നെ ജഹാലത്തിന് ഒരു പ്രവേശനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇൽമു നേടൽ ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ മുസ്ലിമായ പുരുഷന്റെ മേലും സ്ത്രീയുടെ മേലും ഫർളാണ്. അതുകൊണ്ട് ചെറുപ്രായത്തിൽ സഹോദരന്മാർ, ഒരു പ്രായവുമില്ല ഇൽമു നേടുന്ന വിഷയത്തിൽ, ഒരാൾക്കും ഒരു പ്രായത്തിന്റെ പരിധിയുമില്ല. മാഷാ അല്ലാഹ്, ഇന്ന് നമുക്കാണെങ്കിൽ നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ച് നമ്മുടെ മദ്രസകൾ വലിയൊരു ദീനിന്റെ ഖൈറാത്തുകളാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഖൈറാത്താണത്. വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറെ നാട്ടിൽ ഈ രീതിയിലുള്ള ഇൽമു പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വ്യത്യസ്തമായ രീതിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇൽമു നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് നൽകി. അതിങ്ങനെ പിന്തുടർന്ന് നമ്മുടെ ഈ തുടർച്ചാവകാശം എത്തിച്ചേരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും അവിടെ നിന്നും അല്ലാഹുവിലേക്കുമാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഇൽമു നേടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതിനേക്കാൾ വലിയ കാര്യം സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് അവർ നല്ല രീതിയിൽ ഖുർആൻ ഓതി തീർക്കുക, അല്ലെങ്കിൽ അവരുടെ നമസ്കാരം നന്നാക്കി തീർക്കുക, അല്ലെങ്കിൽ അവർക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിത്തീരുക. ഇതിനേക്കാൾ വലിയൊരു കാര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കാനില്ല. 1 ലക്ഷം രൂപ കൊടുത്തു, 1 കോടി രൂപ കൊടുത്തു, അത് വേണമെങ്കിൽ കാലിയാക്കി കൊണ്ടുവന്ന് 1 വർഷം കഴിയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കും. പക്ഷെ നമ്മൾ നുകർന്നു കൊടുക്കുന്ന ഇൽമ് സഹോദരന്മാരെ, അതുകൊണ്ട് അവർക്ക് പ്രയോജനം മാത്രമാണുള്ളത്. അവരുടെ ജീവിതമാസകലം നമ്മൾ ഏതെങ്കിലും മേഖലകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത്, നിശ്ചിതമായ സമയത്ത് അവരുമായി വേർപിരിഞ്ഞു, അവർ തനിയെ യാത്ര ചെയ്യുമ്പോഴും അവർക്ക് മാർഗദർശിനിയായി ഉണ്ടാകുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി ഏർപ്പാടാക്കി
ഒരുപാടാക്കി കൊടുത്ത ഇൽമിന്റെ അവസരങ്ങളായിരിക്കും. അതുകൊണ്ട് ഇൽമു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, അവർക്ക് അദ്ദിബു, നീ അവരെ തഅദീബ് ചെയ്യുക, നീ അവർക്ക് തർബിയത്തുള്ളവരാക്കി കൊടുക്കുക. ഏത് രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ തർബിയത്ത് ചെയ്തോ ആ രീതിയിൽ തർബിയത്തുള്ളവരാക്കി കൊടുക്കുക. അതുകൊണ്ട് ഏറ്റവും സഹിഹായ ഇൽമു എവിടെയാണോ കിട്ടുന്നത് അവിടെ നമ്മുടെ മക്കളെ ചേർക്കുക. മാഷാ അല്ലാഹ്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് വലിയൊരു മദ്രസ, ചെറിയ ആൾക്കാർ തുച്ഛമാണോ അല്ലയോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്, എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്, നുബുവത്തിന്റെ കാര്യങ്ങളാണോ, സഹോദരന്മാരെ ഖുർആന്റെ ഇൽമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം 100% നമുക്കുണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാർ, ഈ മദ്രസയുടെ ഭാഗമായി മാഷാ അല്ലാഹ് വലിയ ഇൽമിന്റെ മാഷാ അല്ലാഹ് മദ്രസ നടക്കുന്നുണ്ട്. അവിടെ ജൂൺ 10 മുതൽ മദ്രസകൾ സ്റ്റാർട്ടാവുകയാണ്, ആരംഭിക്കുകയാണ്. നമ്മുടെ ചെറിയ മക്കൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, ഇന്ന് ലോകത്ത് സംഭവിച്ചു പോയ ഏറ്റവും വലിയ ഫിത്നകളുടെ കാരണം എന്നുള്ളത് ജഹാലത്താണ്. ആൾക്കാർക്ക് എന്ത് ഖൈറ്, എന്ത് ഷർറ്, ഏത് ഹക്ക്, ഏത് ബാത്തിൽ എന്ന് അറിയാത്ത വിധം ബാത്തിലും ഹക്കും ഒക്കെ കൂടിക്കലർന്നിട്ടുള്ള ഒരു മേഖലകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഇൽമിന്റെ പ്രസക്തി. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ലാമിന്റെ ആയുസ് എന്നുള്ളത്, ഇസ്ലാമിന്റെ ജീവനാടി എന്നുള്ളത് ഇൽമ് എന്ന വാക്കിന്റെ പ്രസക്തി ഇവിടെയാണ് പുള്ളിയിരുന്നത്. അതുകൊണ്ട് മാഷാ അല്ലാഹ്, അങ്ങനെയുള്ള ഉസ്താദുമാർ എത്രയോ വർഷങ്ങൾ കഠിന പ്രയത്നം ചെയ്ത് ഇൽമ് നേടിയ ഉസ്താദുമാർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അവർക്ക് ഇൽമിന്റെ വരികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അവർക്ക് ഖുർആന്റെ വരികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ജഹാലത്തിനെ ദൂരീകരിക്കുന്നതിന് വേണ്ടി, ശിർക്കിനെ ദൂരീകരിക്കുന്നതിന് വേണ്ടി, ബിദ്അത്തിനെ ദൂരീകരിക്കുന്നതിന് വേണ്ടി മാഷാ അല്ലാഹ് അത് വലിയ കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സഹിഹായ, ഏറ്റവും നല്ല തസ്രീഹായ ഇൽമു നേടാൻ നമുക്കും നമ്മുടെ കുടുംബത്തിന് നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നിന്നും സംഭവിച്ചു പോയ പാപങ്ങൾ പുറത്തേരുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാപങ്ങളിൽ നിന്ന് വിമുക്തമായ നല്ല ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കുന്ന മുത്തഖീങ്ങളായ, മുഅ്മിനീങ്ങളായ, സാലിഹീങ്ങളായ നല്ല ദാസന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ അത് ചെയ്യാൻ നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്ന നല്ല ദാസന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് സന്താനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ സന്താനങ്ങളോട് അവരുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്താനങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുന്ന സന്തോഷമായ അവസ്ഥ ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. എല്ലാ മേഖലകളും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അമലുകൾ കൊണ്ട് അല്ലാഹുവുമായിട്ട് അടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അമലുകളിലൂടെ ദൂരീകരിക്കുന്ന സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് കടമുള്ളവരുടെ, ദുനിയാവിന്റെ പ്രയാസങ്ങൾ സഹിക്കുന്നവരുടെ പ്രയാസം അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. എത്രയോ ആൾക്കാരുണ്ട്, പാവങ്ങളാണ്, ഒരുപക്ഷെ അവരുടെ പ്രയാസങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും അവരെ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യമായ വധുവരന്മാരെ കിട്ടാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹത്തായ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം മാത്രം പകരുന്ന, ദീനിന്റെ ഗുണം മാത്രം ചെയ്യുന്ന സാലിഹത്തായ വധുവരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا رب ارحمهما كما ربياني صغيرا. اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.